എന്താടാ അവളെ സമ്മതിച്ചമ്മേ. ആര് അനുപമ എന്തിനു സമ്മതിച്ചു? എന്നെ കല്യാണം കഴിക്കാൻ എപ്പോ? ഇപ്പോൾ വിളിച്ചോളൂ. എന്നാ അമ്മ ഒരു ഉപദേശം തരട്ടെ? ആ അല്ലെങ്കിൽ അല്ല, വേണ്ട, പറ. എന്തിന്? കൊരങ്ങന്റെ ഇതിൽ പൂമാല കിട്ടിയ പോലെ ആവരുത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ് പ്രാന്തി അമ്മേ. വാമേ പോവാം. എന്താ കാണിക്കണേ? എന്നെ അപമാനിക്കാൻ മാത്രം വളർന്നു അല്ലടി. എന്റെ മോളാണെങ്കിൽ ഞാൻ വിചാരിക്കും പോലെ കല്യാണം നടക്കും. ഇല്ലെങ്കിൽ അമ്മയും മോളും കൂടെ അങ്ങ് നടത്തും. എന്റെ 1 രൂപ പോലും ഞാൻ ചെലവാക്കില്ല. ചെറുതായിട്ടാണെങ്കിലും കല്യാണം നടത്താനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. പിന്നെ അച്ഛനില്ലാത്ത മക്കളും കല്യാണം കഴിച്ചല്ലേ പറ്റൂ. നീ വാ മോളെ. ഈ അച്ഛൻ എന്ന വാക്കിന് മക്കളെക്കുറിച്ച് ആകുലതകളുള്ള ആളെന്നും അർത്ഥമുണ്ട്. മോളെ ഒരുത്തന്റെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ സന്തോഷവും സമാധാനവും കൊടുക്കുന്നവനാണോ എന്ന് ചിന്തിച്ചല്ലേ പറ്റൂ. എന്നോടുള്ള വാശിക്ക് അവൾ കല്യാണം നടത്താൻ തീരുമാനിച്ചു. കല്യാണത്തിന് പോകില്ലെന്ന വാശിയിലായിരുന്നു ഞാനും. ഗോപിയേട്ടാ, നിങ്ങൾക്ക് ആ മീനിന്റെ നാറ്റം തന്നെയാ നല്ലത്. ഞാൻ എന്താടാ? അല്ല എടാ നീ എവിടെ? ഞാൻ ദേ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങാം. കുറുപ്പേട്ടനുണ്ടോ അവിടെ? ആ ഉണ്ട്. രാവിലെ തന്നെ അടി തുടങ്ങി. എടാ അധികം ഒന്നും സംസാരിക്കാനല്ല. നീ എങ്ങനെയെങ്കിലും കുറുപ്പേട്ടനെ ഇവിടെ എത്തിക്കണം. മൂപ്പര് കൈ പിടിച്ച് പെണ്ണെ തന്നാലേ ശരിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഹോട്ടലിന്റെ കാര്യം അത് തുടങ്ങി തന്നിരിക്കും. എടാ അത് ഹലോ ഇങ്ങനെ മാറ്റി പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ നോക്കല്ലേ. തോന്നുന്നുണ്ട് എന്ത്? ഒരു ഐഡിയ. അതെ, ഈ കല്യാണം നടക്കത്തില്ല. അതെന്തേ? കുറുപ്പേട്ടൻ ചെല്ലാതെ അവൾ ഈ കല്യാണത്തിന് ഇറങ്ങത്തില്ല. ഗിരീഷ് ഇപ്പൊ എന്നെ വിളിച്ച് ഒറ്റ കരച്ചില്. ഞാനും കരഞ്ഞു പോയി. ഇതിനേക്കാൾ മൂത്തത് ഇവിടെ ഇല്ല. ഒരക്ക് നീ പിടിച്ചപ്പോൾ ഇത് വീണ വായിച്ചൊന്നും കേട്ടിട്ടുണ്ട്. സ്വന്തം മകളുടെ കല്യാണം മുടങ്ങുമെന്ന് കേട്ടിട്ടും ഒരച്ഛൻ ഷാപ്പിലിരുന്ന് ഇങ്ങനെ കുടിക്കുന്നത് കാണുന്ന കേൾക്കുന്ന ആദ്യമായിട്ടാ. ആദ്യം തെറ്റിയത് നിങ്ങളാ. കുറിപ്പേട്ട മീനും കുടിച്ചോണ്ടല്ലേ അവൾ അവനെ കെട്ടാൻ തീരുമാനിച്ചു. അത് ശരിയാ. എന്താ അത് ശരിയാ. കല്യാണത്തിന് അനുവിനെ കൈ പിടിച്ചു കൊടുക്കാൻ അവക്ക് ഈ നാട്ടിൽ ഒരു അച്ഛനേ ഉള്ളൂ. അതുകൊണ്ട് കുറിപ്പേട്ടൻ വരണം, കല്യാണം നടക്കണം. ഒരു മംഗളകർമ്മല്ലേ, മുടങ്ങരുത്. അച്ഛന്റെ കടമയാണ് കന്യാദാനം. എഴുന്നേറ്റ് ചെല്ലു കുറുപ്പേ. മാഷേ, അവളുടെ വാശി അവൾക്ക്, എന്റെ വാശി എനിക്ക്. അനുമോളുടെ കല്യാണം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്നൊന്ന് ആഘോഷിക്കാനുള്ള അവസരം പോലും ഇല്ലാതായി. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. കുറുപ്പേട്ടന്റെ ആഗ്രഹം പോലെ കുറുപ്പേട്ടന്റെ ആഘോഷം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നടത്തും. പോരെ? നടത്തണ്ടേ കുറിപ്പിട്ടു? അതിന് കാശ് എത്ര ചെലവായാലും ഞാൻ മുടക്കും. ഇന്ന് രാത്രി അവന്റെ വീട്ടിലെ റിസപ്ഷനേക്കാൾ ഗംഭീരമാവണം ഇവിടത്തെ പരിപാടി. അത് ഞാൻ ഏറ്റു. പോരെ? പോരാ, ഇനി എന്താ? ഗിരീഷ് കള്ളുകൂടി നിർത്തണം. അതും ഞാൻ ഏറ്റു. എന്റെ വാക്ക. എഴുന്നേറ്റോ. വീണതല്ല, വെറ്റിലെടുക്കട്ടോ. ഒരു മിനിറ്റ്. കുറുപ്പേട്ട ആ വെറ്റില വെക്കുന്ന ഒന്നും കൂടെ. നീ പൊടി. നല്ല മണമുണ്ടല്ലോ. എന്നെയോ നിന്നെയോ? അങ്ങനെ കല്യാണം നടത്തി ഹോട്ടൽ മുതലാളി ആയല്ലോ അല്ലേ? കടയ്ക്ക് പേരിട്ടു. എന്താണ്? ഗോപിയുടെ എരിവും പുളി. അടിപൊളി.
ആദ്യം ടച്ചിങ്സ് റെഡി നേരത്തെ എത്തിയല്ലോ ശരി അച്ഛാ ഞാൻ പോവാ. ഇതെന്താണ് കുറുപ്പെ കാശ് കുറെ പൊടിച്ചിട്ടുണ്ടല്ലോ. കാശൊന്നും നോക്കിയില്ല മാഷെ. അവന്റെ വീട്ടിൽ നടത്തുന്നതിനേക്കാളും ഗംഭീരമാവണം. ആയിന്നേ, ഞാനവിടെ പോയിട്ട് വരല്ലേ. ഇതെന്താ ബാൻഡ് സെറ്റൊക്കെ? ഒരു ഓളമായിക്കോട്ടെ മാഷെ. ഇത് കള്ള് ഷാപ്പോ അതോ കൺവെൻഷൻ സെന്ററോ? നോക്കി നിൽക്കാതെ 2 കസേര എടുത്തിട്ട് അവരെ ഇരുത്ത്. റെഡിയാക്കാം. വന്ന സ്ഥിതിക്ക് ഇനി എല്ലാം കഴിഞ്ഞിട്ട് അവരെ വിട്ടാ മതി. കലക്കിയല്ലോടാ. ഞങ്ങളെ കുറുപ്പേട്ടനെ വിളിക്കാൻ വന്നാ. അവിടെ ഫംഗ്ഷൻ നടക്കുവല്ലേ, പുള്ളി വരൂ. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇപ്പൊ വേണ്ട, ഈ പരിപാടി ഒന്ന് തുടങ്ങട്ടെ. ഞാൻ സംസാരിക്കാം, നിങ്ങൾ വാ. ദേ കുറിപ്പേട്ടാ, ആരൊക്കെയാ വന്നേക്കുന്നത് നോക്കി. ഇവർക്ക് ഒരേ നിർബന്ധം, ഇന്ന് ഇവിടെ കൂടണം അല്ലടാ. അതെ, അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങടാ. ഗിരീഷേ, നീ ഇപ്പൊ എന്റെ മരുമകനാ. അത് ഞാൻ അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിക്കുന്നു. ഇവളുടെ അമ്മ ഒരു രാത്രിയും ഉറങ്ങാറില്ല. പാതിരാത്രി ഞാൻ ചെല്ലുന്നത് വരെ പാവം ഉറങ്ങാതെ വാതിൽക്കലുണ്ടാവും. അമ്മയുടെ ഗതി മോൾക്കും വരാതിരിക്കാനാണ് ഞാൻ ഈ കല്യാണത്തിന് എതിർത്തതും വഴക്കുണ്ടാക്കിയതും ഒക്കെ. ആ പേടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നീ എനിക്കൊരു വാക്ക് തരണം. നീ കുടിക്കില്ല എന്ന്. കുറുപ്പേട്ടൻ ഞാൻ തീരുമാനിച്ച, ഞാൻ നിർത്തി. മാഷേ കുറുപ്പേട്ടാ, മാഷ് വിളിച്ചിട്ട് എഴുന്നേക്കണില്ല. അതെ അതെ. ആ, അനിയേട്ടൻ രാവിലെ 7 മണിക്ക് ബോംബെ എത്തുള്ളൂ. അതെ, ഈ ലിസ്റ്റിൽ കാണുന്ന സകല കാര്യങ്ങളും നാളെ രാവിലെ തന്നെ എത്തിയിരിക്കണം. അപ്പൊ ഈ കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ? കർമ്മം ചെയ്യുന്നത് നീയല്ലേ? മത്സ്യം, മാംസം, മദ്യം തുടങ്ങിയ സകല പരിപാടികളും 16 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അയ്യോ, വ്രതം അനുഷ്ഠിക്കണം. അങ്ങനെയാണോ അനിയേട്ടൻ ചെയ്യും? ആയിക്കോട്ടെ. പറഞ്ഞടിച്ചോ, മനസ്സൊക്കെ ഒന്ന് തണു കിട്ടിയെന്നു. വേണ്ടേ, ഞാൻ തന്നെ തണുപ്പിച്ചോളാം. ആ, ഗുഡ് മോർണിംഗ് മോളെ. വാ ഇരിക്കി. എന്താ ചായ ഇട്ട് നോക്കാണോ? രാവിലെ പത്രം വായന കഴിഞ്ഞിട്ട് ചായ ഇടാറുള്ളൂ. മോള് പത്രം വായിക്കാറുണ്ടോ? ഇരിക്കി. വായിക്കാറുണ്ടോ? ഞാൻ അമ്മേ, ഓ, ഗിരീഷേട്ടന് ചായ. ഗിരീഷേട്ടനാ? നീ അങ്ങനെയാണോ അവനെ വിളിക്കാൻ പോണേ? അതെ. എന്തിന്? അയ്യോ, ഞാനിങ്ങോട്ട് വന്നപ്പോ ഗീതാന്റെ ആകെ തന്ന ഉപദേശം ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നാ. അപ്പൊ പിന്നെ ഗിരീഷേട്ടാന്നല്ലേ വിളിക്ക? ഈ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ദൈവമല്ലേ? അതെ. എന്ന് വെച്ച് നീ അമ്പലത്തിൽ ചെന്ന് കൃഷ്ണനെ കാണുമ്പോ എന്റെ കൃഷ്ണേട്ടാന്ന് വിളിക്കാറുണ്ടോ?